സുഭാഷിതങ്ങൾ 38, 39, 40, 41. ഭവന്തി നമ്രാഹ തരവഃ ഫലാഗമൈഃ നവാംബുധദൂരവിളംബിനോ ഘനാഃ അനുദ്ധതാഃ സത്പുരുഷാഃ സമൃദ്ധിഭിഃ സ്വഭാവ ഏവൈഷ പരോപകാരിണാം. ഫലസമൃദ്ധി കൊണ്ട് വൃക്ഷങ്ങൾ കുനിയുന്നു. പുതുതായി ജലം നിറയുമ്പോൾ മേഘം താഴ്ന്നു വരുന്നു. സജ്ജനങ്ങൾ ഐശ്വര്യം കൂടുമ്പോൾ കൂടുതൽ വിനീതരാകുന്നു. ഇതാണ് പരോപകാരികളുടെ സ്വഭാവം. അർദ്ധാഃ ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ മിത്രബാന്ധവാഃ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി. സമ്പാദിച്ച സ്വത്ത് വീട്ടിലും മിത്രങ്ങളും ബന്ധുക്കളും ശ്മശാനത്തിലും പിൻവാങ്ങുന്നു. എന്നാൽ നേടിയിട്ടുള്ള പുണ്യപാപങ്ങൾ മരിച്ചവനെ അനുഗമിക്കുന്നു. യേഷാം ന വിദ്യ ന തപോ ന ദാനം ന ചാപി ശീലം ന ഗുണോ ന ധർമ്മഃ തേ മർത്യലോകേ ക്ഷിതി ഭാരഭൂതാഃ മനുഷ്യരൂപാഃ പശവശ്ചരന്തി. ആർക്കാണ് വിദ്യയും തപസ്സും, അത് സംയമനശീലം, ദാനശീലവും സ്ഥിരമായ സത്സ്വഭാവവും സൽഗുണവും ധർമ്മവും ഇല്ലാത്തത്, അവർ ഈ ലോകത്തിൽ ഭൂമിക്ക് ഭാരമായി തീർന്ന് മനുഷ്യരൂപമുള്ള മൃഗങ്ങളായി ജീവിക്കുന്നു. സുകുലേ യോജയേത് കന്യാം പുത്രം വിദ്യാസു യോജയേത് വ്യസനേ യോജയേത് ശത്രും ഇഷ്ടം ധർമ്മേഷു യോജയേത്. കന്യകയെ നല്ല കുലവുമായി ബന്ധപ്പെടുത്തണം. പുത്രനെ നല്ല വിദ്യകളുമായി ബന്ധപ്പെടുത്തണം. ശത്രുവിനെ വൈഷമ്യത്തിൽ കുടുക്കണം. സ്വന്തം ആഗ്രഹങ്ങൾ ധർമ്മവുമായി ബന്ധപ്പെട്ടവയും ആയിരിക്കണം. സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.